മലപ്പുറം കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശിയായിട്ടുള്ള ഷൗക്കത്ത്, ആ ഷൗക്കത്തിൻ്റെ ഒരു കുറിപ്പാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കുറിപ്പ് പങ്കുവെക്കുന്നത് ഷൗക്കത്ത് തന്നെ. ആ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് തൻ്റെ മരണത്തിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഈ കുറിപ്പ് പങ്കുവെച്ചതിന് ശേഷം ഷൗക്കത്ത് 2 കുറിപ്പുകൾ കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതും ആ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ. ആദ്യത്തെ കുറിപ്പ് തൻ്റെ മരണകാരണം എന്ന് പറഞ്ഞിട്ടാണ് ഷൗക്കത്ത് പങ്കുവെക്കുന്നത്. അതായത് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒരു 5 മണിക്കൂർ മുമ്പ്. അതേ ഷൗക്കത്ത് തന്നെ ഇപ്പം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒരു 4 മണിക്കൂർ മുമ്പ് മരണശേഷം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതേ ഷൗക്കത്ത് തന്നെ സംസാരിക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് എൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആരായിരിക്കും എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കുറിപ്പ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതായത് മണിക്കൂറുകളുടെ ഇടവേളകളിൽ 3 കുറിപ്പുകൾ പങ്കുവച്ചിട്ട് ഷൗക്കത്ത് ജീവനൊടുക്കി. മനസ്സിലായില്ലേ? 3 കുറിപ്പുകളാണ് ഷൗക്കത്ത് പങ്കുവച്ചിരിക്കുന്നത്. ഈ 3 കുറിപ്പുകൾ പങ്കുവച്ചിട്ട് ഷൗക്കത്ത് ജീവനൊടുക്കി എന്നുള്ളതാണ്. കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശിയായിട്ടുള്ള ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ അതിൽ എൻ്റെ മരണത്തിൻ്റെ ഏക ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുറിപ്പ് തുടങ്ങുകയാണ്. എൻ്റെ മരണത്തിൻ്റെ ഏക ഉത്തരവാദി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ്. കൈക്കൂലി കൊടുത്തില്ല എന്ന ഏക കാരണം കൊണ്ട് അവർ എൻ്റെ ജീവിതമാർഗം തന്നെ തകർത്തു. കഴിഞ്ഞ 10 മാസമാണ് ഞാൻ ഏജൻറ്റ് MVD ഓഫീസുകൾ കയറി ഇറങ്ങിയത്. ഇനി എൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. എൻ്റെ EMI മുഴുവൻ മുടങ്ങിക്കഴിഞ്ഞു. ക്രെഡിറ്റ് സ്കോർ 820 നിന്ന് 600 താഴ്ന്നു. അതേക്കുറിച്ചെല്ലാം നേരത്തെ പറഞ്ഞല്ലോ, ലിങ്കുകൾ താഴെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന് താഴെ വീണ്ടും ഷൗക്കത്ത് പറയുന്നത് അടുത്ത ഇര നിങ്ങളാവരുത് എന്നാണെങ്കിൽ മരണത്തിന് ശേഷമെങ്കിലും എനിക്ക് നീതി വാങ്ങിത്തരിക എന്നതാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. എനിക്ക് മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭാര്യയോ കുട്ടിയോ ഒന്നുമില്ല. അതിനാൽ മരണത്തിന് ശേഷം ഇന്ത്യൻ നിയമം അനുസരിച്ച് എൻ്റെ കേസ് നടത്താൻ സ്റ്റേറ്റ് മാത്രമാണ് ഉള്ളത്. അതേ സ്റ്റേറ്റ് കാരണം മരണം വരിക്കേണ്ടി വന്ന എനിക്ക് ഈ സംവിധാനത്തിൽ നിന്നും നീതി കിട്ടാൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായ നിങ്ങൾ ഓരോരുത്തരും ശബ്ദമുയർത്തുക എന്നത് മാത്രമാണ് പോംവഴി. ഒരുപക്ഷെ സർക്കാരിലെ ഉന്നതരെയോ കോടതിയോ സമീപിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ആവശ്യമുള്ള രേഖകൾ സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതൊരിക്കലും സിസ്റ്റത്തെ തിരുത്താനുള്ള കാരണമായി മാറില്ല. ഏതെങ്കിലും രേഖയ്ക്ക് വേണ്ടി എല്ലാവരും കോടതി കയറി ഇറങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള പരിഹാരമല്ലല്ലോ. അതിനാൽ തന്നെ സിസ്റ്റത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് എൻ്റെ ആത്മാഹുതി. മികച്ച ഭരണഘടനയും ജനാധിപത്യവും പ്രവർത്തനക്ഷമമായ സിസ്റ്റവുമുള്ള നമ്മുടെ രാജ്യത്ത് കടുത്ത അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ജനം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നത് തന്നെയാണ്. അതിനാൽ ഞാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു അഴിമതിക്കെതിരെ പോരാടാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എൻ്റെ വിഷയത്തിൽ എപ്പോഴത്തെയും പോലെ ഒരു അന്വേഷണ പ്രഹസനമാണ് നടക്കുന്നതെങ്കിൽ ഒരു അഴിമതിക്കാരായ MVD ഉദ്യോഗസ്ഥർ തീർച്ചയായും രക്ഷപ്പെടും. കാരണം അവർ ഉന്നയിക്കുന്ന വാദം എൻ്റെ വണ്ടി അൺഫിറ്റ് ആണെന്നതായിരിക്കും. ഞാൻ ചെയ്ത സ്റ്റീൽ വർക്ക് നിയമവിരുദ്ധം അല്ലെന്ന് കഴിഞ്ഞ 2 തവണയും സർട്ടിഫൈ ചെയ്തതും പ്രസ്തുത MVD തന്നെയാണ്. ഇനി അങ്ങനെയല്ലെന്നും എൻ്റെ വണ്ടി അടക്കം മറ്റുള്ള വണ്ടികൾക്കും ഫിറ്റ്നസ് അനുവദിക്കുന്ന സമയത്ത് സ്റ്റീൽ വർക്ക് ഇല്ല എന്നുള്ള വാദങ്ങളും MVD ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം പൊളിക്കാൻ നല്ല രീതിയിൽ അന്വേഷണം നടന്നാൽ മാത്രമേ സാധിക്കൂ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്ന് അവസാന ആഗ്രഹം എന്ന നിലയിൽ പറയുന്നു. ഏജന്റ് സംവിധാനമാണ് MVD അഴിമതിയുടെ പ്രധാന കാരണം. ഇത് അവസാനിപ്പിച്ചാൽ 80% അഴിമതിയും വകുപ്പിൽ അവസാനിക്കും. അതിന് എൻ്റെ ജീവൻ നൽകാൻ ഞാൻ തയ്യാറാണ്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങളെ പ്രധാനമായും സഹായിക്കാൻ കഴിയുക വിവരാവകാശ നിയമത്തിനായിരിക്കും. കൃത്യമായ രീതിയിൽ ചോദ്യം ചോദിച്ചാൽ സ്വന്തം കാര്യവും നടക്കും, അഴിമതി ഇല്ലാതാവും. അതിനായി ഒരു പുസ്തകം കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. പ്രശാന്ത് IAS എഴുതിയ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് ആണത്. അത് വായിച്ചാൽ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും വിവരാവകാശ നിയമത്തിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്നും പഠിക്കാം. അഴിമതി തുലയട്ടെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷൗക്കത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ മരണത്തിന് കാരണം MVD ആണ് എന്നുള്ളതാണ് ഷൗക്കത്തിൻ്റെ ആരോപണം. തൻ്റെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് പുതുക്കി നൽകിയില്ല. കഴിഞ്ഞ 10 മാസത്തോളമായി താൻ ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. താൻ കൈക്കൂലി നൽകിയില്ല എന്നുള്ള കാരണത്തിൽ നിന്നാണ് തനിക്ക് ഇത് ലഭിക്കാതെ പോയത്.
അതുകൊണ്ട് തന്നെ വാഹനത്തിന് ഫിറ്റ്നസ് ലഭിക്കാത്തത് കൊണ്ട് തൻ്റെ വരുമാന മാർഗം മുട്ടിയ, അതിലൂടെ തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്താണെങ്കിലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഷൗക്കത്ത് ഈ ലോകത്തില്ല. ഷൗക്കത്ത് മരണപ്പെട്ടു കഴിഞ്ഞു. ഷൗക്കത്ത് പോയി. ഷൗക്കത്ത് വലിയ രീതിയിൽ ഈ പറയുന്ന നാട്ടിലെ സിസ്റ്റത്തെ പഴിച്ചുകൊണ്ട്, സിസ്റ്റത്തിലുണ്ടാകുന്ന അഴിമതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സിസ്റ്റം തന്നോട് കാണിച്ച അനീതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഷൗക്കത്തിന് നീതി ലഭിക്കണം ഒക്കെയാണ്. അപ്പം ഞാൻ ഈ വാർത്ത ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഷൗക്കത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കയറി അവിടെ ഇങ്ങനെ ഈ വാർത്ത തപ്പുമ്പോഴാണ് ഷൗക്കത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഈ മരണവാർത്തയല്ല, ഈ കാരണമല്ല. ഈ കാരണം പറഞ്ഞുകൊണ്ടുള്ള ഷൗക്കത്തിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തതാണ്. അതിന് മുൻപ് രണ്ടാം സ്ഥാനത്ത് മരണത്തിന് ശേഷം എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഷൗക്കത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിശദീകരിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ഷൗക്കത്ത് എൻ്റെ മരണത്തിൽ ആരായിരിക്കും കൂടുതൽ ദുഃഖിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ കുറിപ്പാണ്. ഒരുപാട് കുറിപ്പുകളുണ്ട്. ഞാനിങ്ങനെ ഷൗക്കത്തിൻ്റെ പ്രൊഫൈൽ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കി. ഷൗക്കത്തിൻ്റെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഷൗക്കത്ത് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, കാലാകാലങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷൗക്കത്ത് പങ്കുവച്ചിട്ടുണ്ട്. എന്തിന്, നബിദിനത്തിൻ്റെ അന്ന് പോലും ഷൗക്കത്ത് മറ്റ് പല പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട്. എന്താണ് അന്ന് ഇട്ട പോസ്റ്റ്? ഷൗക്കത്ത് പറയുന്നത് ഈ വർഷം ചിക്കൻ ബിരിയാണി ആയിരുന്നു, അതിൽ എനിക്ക് ചെറിയ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷൗക്കത്തിൻ്റെ ഒരു ഷൗക്കത്തിൻ്റെ ഒരു രീതി എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഷൗക്കത്ത് വലിയ രീതിയിൽ എന്താ പറയേണ്ടത്, വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വിവരം നന്നായിട്ട് ഷൗക്കത്തിനുണ്ട്. ഷൗക്കത്തിന് നല്ല വായനാശീലമുണ്ട്. ഷൗക്കത്തിന് എന്താ പറയേണ്ടത്, നല്ല അറിവ് ഷൗക്കത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഞാൻ വായിച്ച കുറിപ്പിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വായിച്ച കുറിപ്പിൽ ഈ പറയുന്ന ഷൗക്കത്ത് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ വിഷയത്തിൽ ഞാനൊരു കോടതിയെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആരോടെങ്കിലും പോയി എൻ്റെ പരാതി പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടേനെ. അത് ചെയ്യാതിരുന്നത് ഞാൻ ഈ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റം വരണം, അങ്ങനെ എല്ലാവർക്കും ഇത്തരത്തിൽ കോടതി കയറാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലുകൾ നടത്തിപ്പിക്കാനോ സാധിക്കില്ലല്ലോ എന്നുള്ളതാണ് ഷൗക്കത്ത് പറയുന്നത്. ഷൗക്കത്തിൻ്റെ മുന്നിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഷൗക്കത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ എന്തിന് ഷൗക്കത്ത് ആത്മഹത്യ ചെയ്തു? ഷൗക്കത്തിൻ്റെ മറ്റൊരു കുറിപ്പിൽ ഷൗക്കത്ത് വിമർശിക്കുന്നത് എന്തിനെയാണ്? ഷൗക്കത്ത് പറയുന്നത്, ഷൗക്കത്തിൻ്റെ ഓട്ടോയിൽ പോകുന്ന ഈ വിഷയത്തിൽ എന്നെ സംസാരിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഷൗക്കത്തിൻ്റെ മരണം മാത്രമല്ല, ഷൗക്കത്തിൻ്റെ മെൻറ്റാലിറ്റി കൂടി എന്നെ ഈ വിഷയത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഷൗക്കത്ത് ഒരു 2 ദിവസം മുമ്പ് പങ്കുവെച്ച മറ്റൊരു കുറിപ്പുണ്ട്. ഓണാഘോഷമോ ഖുർആൻ ക്ലാസോ, ഏതാണ് കൂടുതൽ അപകടം? ഓണാഘോഷമോ ഖുർആൻ ക്ലാസോ, ഏതാണ് കൂടുതൽ അപകടം എന്നുള്ളതാണ് ഷൗക്കത്ത് ചോദിക്കുന്നത്. ആലോചിക്കണം. ഈ ഷൗക്കത്ത് നിന്നിട്ട് അതിലൊരു എന്താ പറയേണ്ടത്, ഞാൻ ഷൗക്കത്തിന് അത്യാവശ്യം ഈ പറയുന്ന വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ട് എന്ന് ഷൗക്കത്തിനെ കുറിച്ച് നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ല. പക്ഷേ ഷൗക്കത്തിൻ്റെ ഓരോ വരികളിലും നല്ല കാര്യബോധവും നല്ല വിവരവുമുള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിവരം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് നല്ല വിവരമുണ്ട് ഷൗക്കത്തിന്. അപ്പോൾ ഷൗക്കത്തിൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ കുറിച്ച് ചില അനുഭവങ്ങൾ ഷൗക്കത്ത് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഷൗക്കത്ത് അവരോട് പറയുന്നത്, ഷൗക്കത്ത് കുറിക്കുന്നത് ഇങ്ങനെയാണ്: അവരോട് സംസാരിക്കുന്നതിൽ നിന്നും അവർ കടുത്ത ആൻസൈറ്റി അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ആൻസൈറ്റി കഴുത്തുവേദന, പുറം വേദന, ഗ്യാസ്, ഛർദി അടക്കമുള്ള നിരവധി അസുഖങ്ങൾക്ക് കാരണമാവാം. ഇതറിയുന്ന ഞാൻ അവർക്കൊരു സൈക്കാട്രിസ്റ്റിനെ സജസ്റ്റ് ചെയ്തു, എങ്കിലും അവർ കാണിച്ചില്ല.
ഇത് മനസ്സിലാക്കിയ മറ്റൊരു ഡോക്ടർ അവർക്ക് ടെൻഷനുള്ള മരുന്ന് ആരംഭിച്ചു, അതും കഴിക്കാറില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ആൻസൈറ്റി ഉള്ളവരെയാണ് രോഗം, നരകം, അപകടങ്ങൾ എന്നിവയെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തി ഖുർആൻ ക്ലാസ്സുകാർ അവരെ അഡിക്റ്റാക്കുന്നത് എന്ന് അവരുടെ ക്ലാസ് കേൾക്കുന്നതിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടതാണ്. എല്ലാ ബോധ്യങ്ങളും ഉണ്ടായ ഷൗക്കത്ത് വാഹനത്തിൻ്റെ ഫിറ്റ്നസ്, അത് MVD തനിക്ക് ഫിറ്റ്നസ് തന്നില്ല എന്ന കാരണം കൊണ്ട് ഷൗക്കത്ത് എന്താക്കി, ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഷൗക്കത്തിൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്ത സ്ത്രീ, ആ സ്ത്രീയുടെ ആൻസൈറ്റി ഷൗക്കത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സ്ത്രീയുടെ കഴുത്തുവേദനയുടെ കാരണം അത് ഷൗക്കത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഷൗക്കത്തിൻ്റെ പ്രശ്നം ആൻസൈറ്റിക്കുള്ള മരുന്ന് കഴിച്ചാൽ തീരുന്ന പ്രശ്നമായിരുന്നു എന്നാണ് ഷൗക്കത്തിൻ്റെ വാദം. അവർ ഖുർആൻ ക്ലാസ് കേൾക്കുന്നത് ഷൗക്കത്തിന് വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ആ ഖുർആൻ ക്ലാസ് കേൾക്കാത്ത ഷൗക്കത്ത് എന്താക്കി, ഷൗക്കത്ത് MVD ഒരു നിസാര കാര്യത്തിന് മുന്നിൽ ഷൗക്കത്ത് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അപ്പം ഇത് പറയുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പല കേസുകളും നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. ഷൗക്കത്തിന് പൊതുവെ ഒരു പുച്ഛമുണ്ടായിരുന്നു. ഒരു പുച്ഛം ഉണ്ടായിരുന്നു ഷൗക്കത്തിന്. ആ ഷൗക്കത്തിൻ്റെ പുച്ഛമാണ് ഷൗക്കത്തിനെ ഇവിടെ എത്തിച്ചത് എന്ന് ഞാൻ പറയും. ഷൗക്കത്ത് മരണകാരണമായിട്ട് MVDയെ പറയുന്ന കാര്യത്തിൽ ഷൗക്കത്ത് പറഞ്ഞു വെക്കുമ്പോൾ ഷൗക്കത്ത് തനിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു വഴി കൂടി ഷൗക്കത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, വിവരം കൂടിയാലും പ്രശ്നമാണെന്ന് പറയാറില്ലേ. വിവരം കൂടിയാലും പ്രശ്നമൊന്നുമില്ല, അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിവരം ഏതാണ് എന്നുള്ളത് വലിയ പ്രശ്നമാണ്, അല്ലേ? ഇപ്പം നിങ്ങൾ ഡോക്ടർമാരെ നോക്കും. നിങ്ങൾ ഡോക്ടർമാർ, ഞാൻ വിവരം തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ കാരണം അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഡോക്ടർമാർ പോയി കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും MBBS കഴിഞ്ഞവരായിരിക്കും. പക്ഷെ അവരൊക്കെ ഓരോ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കും. ENT ഉണ്ടാവും, സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ജനറൽ മെഡിസിൻ ഉണ്ടാകും, ന്യൂറോ സർജൻ ഉണ്ടാകും, അങ്ങനെ സർജൻ ഉണ്ടാകും. അങ്ങനെ പല വിധത്തിൽ പല മേഖലകൾ. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ തന്നെ പല പാർട്സുകൾ അല്ലെങ്കിൽ പല മേഖലകളെക്കുറിച്ച് അവഗാഹം നേടി ആ ഒരു വകുപ്പ് മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അല്ലേ? അങ്ങനെയുണ്ടല്ലോ. അതുപോലെ ഈ വിവരവും അങ്ങനെയാണ്. നമുക്ക് വിവരമുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമായിരിക്കും വിവരം ഉണ്ടാകുക. അതും നമുക്ക് അതിനെക്കുറിച്ച് പൂർണ്ണ അറിവിൽ വിവരം ഉണ്ടാവും ചെയ്യൂല. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രശ്നം. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ലിമിറ്റഡാ, എല്ലാ അർത്ഥത്തിലും പരിമിതികളുള്ളവനാ. നമ്മുടെ ബുദ്ധി പരിമിതിയാണ്, നമ്മുടെ കായികക്ഷമത പരിമിതിയുള്ളതാണ്, നമ്മുടെ സ്ട്രെങ്ത് പരിമിതിയുള്ളതാണ്, നമ്മുടെ കേപ്പബിലിറ്റീസ് പരിമിതിയുള്ളതാണ്. എല്ലാം നമുക്ക് പരിമിതിയുള്ളതാ. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവും പലപ്പോഴും പരിമിതപ്പെട്ടതാ. നമ്മളിപ്പോൾ ചിലപ്പോൾ അവൻ ഭയങ്കര വിവരമുള്ളവനാണെന്ന് അറിയും. ആ വിവരമുള്ളവനെന്ന് പറയുമ്പോൾ അവന് ഏതെങ്കിലും ഒരു മേഖലയെക്കുറിച്ച് മാത്രമായിരിക്കും അവന് വിവരം ഉണ്ടാകുക. അല്ലെങ്കിൽ 1-2 മേഖലയെക്കുറിച്ചുള്ള ചെറിയ തോതിലുള്ള വിവരം ഉണ്ടാകും, അത് പൂർണ്ണ തോതിലുണ്ടാവില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവന് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, എന്നാൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇവൻ്റെ ഒരു ധാരണ എന്തായിരിക്കും അറിയോ? ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ശരിയാണ് എന്നുള്ളതായിരിക്കും ഈ ധാരണ. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളതായിരിക്കും ഓരോ മനുഷ്യൻ്റെയും ധാരണ. അതിപ്പോൾ ഞാൻ ഈ നോർമൽ എല്ലാ മനുഷ്യരും, ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ ഷൗക്കത്തിൻ്റെ കേസിൽ ഇത് പറയാൻ വന്നത് അത്തരത്തിലൊരു ഘട്ടത്തിലൂടെയാണ്. അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ എപ്പോഴും ഉണ്ടാവുന്നത്. നമ്മൾ എല്ലാം അറിയുന്നവനാണ്, നമ്മൾ ബാക്കി അവിടെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഖുർആൻ ക്ലാസ്സിൽ പ്രശ്നമുണ്ട്. മനസ്സിലായില്ലേ? കഴുത്തിന് വേദന ഉള്ളത് ആൻസൈറ്റി കൊണ്ടാണ്,
അപ്പം അതുകൊണ്ട് ഖുർആൻ ക്ലാസ് കേൾക്കാൻ പോയിട്ട് ആ കഴുത്തിന് വേദന വീണ്ടും ആൻസൈറ്റി വർദ്ധിക്കുന്നു, കഴുത്തിന് വേദന കൂടുന്നു. ഇതൊക്കെയായിരുന്നു ഷൗക്കത്തിൻ്റെ വാദങ്ങൾ. അപ്പോൾ ഷൗക്കത്തിൻ്റെ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഞാനതൊരു ഉദാഹരണം പറഞ്ഞ ഷൗക്കത്തിൻ്റെ പ്രൊഫൈൽ എന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് പൂർണ്ണമായിട്ട് വായിക്കാൻ ഇവിടെ സമയമില്ല, കാരണം അത്രമാത്രം കാര്യങ്ങൾ ഷൗക്കത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. മരണപ്പെടുന്നതിൻ്റെ ആദ്യം മരണപ്പെടാനുള്ള കാരണം, താൻ ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മരണത്തിന് ശേഷം എന്ത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും മരണത്തിന് ശേഷം ഉള്ള ചില കാരണങ്ങളെക്കുറിച്ച് മറ്റൊരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ ലോകത്ത് മരണവുമായി ബന്ധപ്പെട്ട് 3 പോസ്റ്റുകൾ ഇട്ടിട്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്, തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്ത വ്യക്തിക്ക് തൻ്റെ ഫിറ്റ്നസ്, ഷൗക്കത്ത് തന്നെ പറയുന്നു തനിക്ക് ഫിറ്റ്നസ് വേണമെങ്കിൽ കിട്ടുമായിരുന്നു, അതിന് ഉന്നത അധികാരികളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളിലേക്ക് പോയാൽ തനിക്കത് കിട്ടുമായിരുന്നു എന്ന്. പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് എല്ലാവർക്കും ഈ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന്. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാം നന്നാക്കിയിട്ട് എല്ലാവരും നന്നാക്കിയിട്ട് ഞാനങ്ങ് മരിക്കാം എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അതൊരിക്കലും സംഭവിക്കില്ല, അത് സാധ്യമാകുകയുമില്ല. ഇനി ഒരു സാധാരണക്കാരായ ഒരു നോർമൽ സാധാ മനുഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അതും സംഭവിക്കില്ല. എല്ലാവരും എല്ലാം കൊണ്ടും പെർഫെക്റ്റായ ഒരു വളരെ കൃത്യമായ നല്ല മനുഷ്യന്മാർ മാത്രമുള്ള ഒരു ലോകം അങ്ങനെ സംഭവിക്കുമോ? അതും സംഭവിക്കൂല. അപ്പോൾ പിന്നെ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അത് നേടിയെടുക്കാനുള്ള പണി നോക്കുക, നേരായ വഴിയിലൂടെ തന്നെ. അല്ലാണ്ട് ഞാൻ കൈക്കൂലി കൊടുത്തിട്ട് വേണമെന്നല്ല പറയുന്നത്. ഷൗക്കത്തെ പറയുന്നുണ്ട്, ഇപ്പം കൈക്കൂലി കൊടുക്കാതെ തന്നെ ഈ ഉന്നത അധികാരികളിലേക്ക് പോയി കഴിഞ്ഞാൽ തനിക്ക് എൻ്റെ കാര്യം സാധിക്കാമായിരുന്നു, പക്ഷേ ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന്. അതാണ് ഈ മനുഷ്യൻ്റെ പരിമിതികൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളങ്ങനെ വിചാരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇല്ല, അത് സാധിക്കില്ല. കുറേയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു 100% നെവർ. കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുന്നതിന് എപ്പോഴും പരിമിതികളുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ നിയമങ്ങൾ ഉണ്ടായാൽ പോലും ഈ രാജ്യത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നവരാണോ? നിയമങ്ങൾ പറയുന്നത് പ്രകാരം മാത്രം ജീവിക്കുന്നവരാണോ? നെവർ നെവർ. അതാണ് വ്യത്യാസമെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഷൗക്കത്തിൻ്റെ ഈ തോട്ടുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ പറയാതെ ഷൗക്കത്ത് ഞാനിത് പറയുന്നത് കാരണം ഇത്തരം മെൻറ്റാലിറ്റികളുമായിട്ട് ജീവിക്കുന്ന ഒരുപാടധികം ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ്.